ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ടേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ക്ലീനിങ് ഡേ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടുക്കളയുടെ ഈ ഒരു കബോർഡിൻ്റെ സൈഡിൽ ഒട്ടിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഒട്ടിച്ചു വെച്ചാൽ പോരല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് പ്രാവർത്തികമാക്കണ്ടേ. ഇന്നലെ ഞാൻ നോക്കാം, ഇവിടെ വീട്ടിൽ ജോലി നടക്കുന്നുണ്ട്. സിറ്റ് ഔട്ടൊക്കെ ആയിരുന്നു ഇന്നലെ വൃത്തിയാക്കേണ്ടത്. പക്ഷെ ഒരു രീതിക്കും അത് പറ്റത്തില്ല. കാരണം വെളിയിൽ വീട് പൊളിക്കുവാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജോലിക്കാരും ബഹളമായതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമും ആ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റുമാണ് ക്ലീനിങ്ങിന് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കോമഡി ആയിട്ട് തോന്നുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൊത്തത്തിൽ വീട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പോകാമെന്നുള്ളത് ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, നടക്കുന്നില്ല. പക്ഷേ അടുക്കും ചിട്ടയും ഒതുക്കവും ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ തൂത്ത് തുടച്ച് പോകുന്നതാണല്ലോ. ഡീപ്പ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ആ റൂമ് പോയിട്ട് മൊത്തത്തിലൊന്ന് കുടഞ്ഞ് പറക്കിയെടുക്കാം. അപ്പം നിങ്ങളും വായോ. ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടാം കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ റൂമിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേക്കിൽ കിടക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്യല്ലേ. അത് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ആദ്യം മുതൽ നമുക്ക് കർട്ടനൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ആക്കി തുടങ്ങാല്ലേ. ഒന്ന് വലയൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ജനൽ കമ്പികളൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് വല അടിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വല അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വല എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എന്നാലും പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് ആ കൂര ഭാഗമായതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവമാണെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുക, മുകളിലോട്ട് അത് നീങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി ഇനി നമുക്ക് കട്ടിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ ചെയറിലോ ഒക്കെ കയറി നിന്നിട്ട് അടിക്കേണ്ടി വരും. അതൊക്കെ സെറ്റാക്കണം. ജനലൊക്കെ നമുക്ക് നന്നായിട്ട് പൊടി അടിച്ചെടുക്കുക. എപ്പോഴും നല്ല വൃത്തിയിൽ പൊടി വരുന്ന ഭാഗം ഈ ഒരു ജനലിൻ്റെ കമ്പികളിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വല അടിച്ചു കഴിഞ്ഞ് വലയെന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെന്ന് ഉള്ളു. എന്നിട്ട് ഞാൻ പോയിട്ട് ടോയ്ലറ്റിൽ ഒന്ന് ഹാർപ്പിക്കൊക്കെ ഒഴിച്ചിടട്ടെ കേട്ടോ. അപ്പോഴേക്കതൊന്ന് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ഈ സമയം കൊണ്ടിട്ട് ഞാനൊന്ന് പോയിട്ട് ബാത്റൂമിൽ ഹാർപ്പിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിടാൻ പോവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കൊന്ന് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ റൂം വൃത്തിയാക്കിയിട്ട് പിന്നെ ഒരു ബാത്റൂമും കൂടി അങ്ങ് വൃത്തിയാക്കി ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് ക്ലീനാക്കി വെക്കാൻ പോവാണ് കേട്ടോ. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫാൻ്റെ പൊടിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണേ. പക്ഷേ എനിക്ക് ഫാൻ്റെ പൊടി അടിക്കാൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നും കേട്ടോ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും തോന്നാറുണ്ട്. ഫാൻ്റെ അത് ചെയ്യുമ്പോഴത്തേക്കും അത്ര പെർഫെക്ഷനായിട്ട് എനിക്ക് തോന്നാറില്ല. ബാക്കി എന്ത് പരിപാടിക്കും ഇവൻ അടിപൊളിയാണേ. ഈ സംഭവം വെച്ചിട്ട് അലമാരയുടെ പൊടി അടിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഫാൻ്റെ കാര്യം മാത്രം എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് പൊടിയൊക്കെ അടിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് പൊടി അലർജിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇവിടെ മാസ്ക് നോക്കിയിട്ട് കണ്ടതുമില്ല. ഇന്നത്തെ എൻ്റെ കാര്യത്തിന് തീരുമാനമാവുമെന്ന് ഉറപ്പാണ്. ജനലൊക്കെ തുറന്നിടാന്ന് വെച്ചപ്പോഴത്തേക്കും ജോലിക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ വെളിയിൽ. അതുകൊണ്ട് പിന്നെ നമ്മൾ പതുക്കെ ജനലങ്ങ് അടച്ചു വെച്ചു. ഇനി ഈ ഒരു ഭാഗവും നമ്മുടെ ഈ ഒരു ട്യൂബില്ലേ, ലൈറ്റും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല നീറ്റാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ ഞാൻ ട്യൂബും കാര്യങ്ങളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരത്തെ പണിയാണ് നിങ്ങൾ ഈ കുറച്ച് ടൈം കൊണ്ട് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഒട്ടും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ പൊടിയൊക്കെ അടിച്ചു. ഒന്നാമത് ഈ ഒരു റൂം കൂര ടൈപ്പ് ആയതുകൊണ്ടേ നല്ല ഹൈറ്റ് ഉണ്ട്. ഫാനിൽ കമ്പിയിട്ട് കുറച്ചിങ്ങനെ നീട്ടിയിട്ടാണ് ചെയ്തേക്കുന്നതെങ്കിലും അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള റൂമിൽ ഉള്ളതുപോലെ അല്ല. ഇത് ഇച്ചിരി സ്ട്രെയിൻ ചെയ്യേണ്ട പരിപാടിയാണ്. എന്നാലും ഞാനൊരു ഇതൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ ഇതേപോലെ ഒരു തുണിയെടുത്ത് നനച്ചിട്ട് കമ്പികളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ ജനലിൻ്റെ കമ്പികളൊക്കെ തുടയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഈ തുണി വെച്ച് തുടയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നല്ല ക്ലീനായി കിട്ടും. അല്ലാണ്ട് തുടച്ചു പോയാലും ഒരു വൃത്തി ഉണ്ടാകത്തില്ല. വൈറ്റ് കളറാണ് കമ്പിക്കൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ ഒരു വഴി.
അപ്പോൾ ഇതേപോലെ നമുക്ക് തുടച്ചു കൊടുക്കാം. ഒരിടയ്ക്ക് ഞാൻ അപ്പുവിൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീട് കണ്ടപ്പോൾ മുതലാണ് എനിക്ക് എൻ്റെ വീട് ഇങ്ങനെ കൊണ്ടു നടക്കണം എന്നൊരാഗ്രഹം വന്നു തുടങ്ങിയത്. കാരണം ആ വീട്ടിൽ ഒരു പൊടി പോലും കണ്ടുപിടിക്കാനില്ല കേട്ടോ. അത്ര ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീനാക്കി കൊണ്ട് നടക്കുന്നൊരു വീട്. വലിയ വീടാട്ടോ. അവിടെ ഒരുപാട് ഇതുപോലുള്ള കബോർഡ്സും കാര്യങ്ങളും ഒക്കെ എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു വീട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്രയും എഫേർട്ട് എടുത്ത് ഓരോ ദിവസവും ക്ലീൻ ചെയ്ത് പോയാലല്ലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ ഞാനും ആലോചിക്കാറുണ്ട് എൻ്റെ വീടും ഇതേപോലെയൊക്കെ ആക്കി വെക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ടൈമും ആരോഗ്യമൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും ഇതിനൊന്നും നടപടിയാവത്തില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് പിന്നെ ഡെയിലി തൂത്തുവാരി പോകുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ക്ലീനായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ. ഒരു വീട് ഫുള്ളായിട്ട് നമ്മൾ ഡെയിലി തൂക്കാനും തുടയ്ക്കാനും ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ടയേർഡായി പോവും. ഭയങ്കരമായിട്ട് മടുപ്പും വരും കേട്ടോ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഒരു റൂമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പണി തീർക്കും. അപ്പോൾ നമ്മൾ കണ്ണാടിയൊക്കെ തുടച്ചു, മുഖമൊക്കെ കാണൽ നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റേത് ഈ ഒരു ചെടിച്ചട്ടി. ഈ ഒരു ഫ്ലവർ 2-3 ദിവസം മുമ്പ് ഞാൻ പൊടിയൊക്കെ അടിച്ചു വെച്ചതാണ് കേട്ടോ. പക്ഷേ എന്നാലും പെട്ടെന്ന് പൊടി പിടിക്കും. ഇതിനൊക്കെ ഈ ഒരു സംഭവം അടിപൊളിയാട്ടോ. ഈ ഒരു എന്താണ് ഫാനിൻ്റെ ഇത് പൊടി അടിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചെങ്കിലും ബാക്കിയുള്ള പരിപാടിക്കൊക്കെ ഇത് അടിപൊളിയാണ്. ഈ ഫ്ലവർ മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് ഒരു ചുള്ളിക്കമ്പിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. കുറേ നാളായി നമ്മളിത് ചെയ്ത് വെച്ചിട്ട്, പക്ഷേ അങ്ങനെ ഒടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ഈ പൊടിയൊക്കെ തട്ടി കൊടുക്കുമ്പോഴും അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തൂക്കലാണ്. 1-2 വട്ടം തൂത്താൽ മാത്രമേ ക്ലിയറായിട്ടും ക്ലീനായിട്ടും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് ഒരു തവണ തൂത്തു, പിന്നെ രണ്ടാമതും അതേ സ്ഥലം തന്നെ ഒന്ന് തൂത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് കുറേ പൊടിയും പിന്നെ നന്നായിട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും നിറയെ ബുദ്ധിമുട്ട് അനുഭവിക്കും കേട്ടോ. അപ്പോൾ എല്ലായിടവും നല്ല പോലെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം മൊത്തത്തിൽ അങ്ങ് തുടച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം ഒന്ന് തൂത്ത് കൊടുക്കുക, രണ്ടാമതൊന്നും കൂടി തൂത്തിട്ടേ തുടയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ തുടയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. ഈ മുടിയും ആ ഒരു കുഞ്ഞ് ഇവിടെ നിറയെ വണ്ടുണ്ട് കേട്ടോ, കരിവണ്ട്. നിങ്ങളെയൊക്കെ വീട്ടിൽ കരിവണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി അറിയാമെങ്കിലോ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം അത്രയധികം വണ്ട് വരാറുണ്ട്. നിറയെ രാത്രിയാകുമ്പോഴത്തേക്കും ഈ വൈറ്റ് കളർ ഭിത്തിയിലെല്ലാം ഡോട്ടായിട്ട് ബ്ലാക്ക് കളർ കാണാൻ പറ്റും കേട്ടോ. അത്രയധികം കരിവണ്ട് വരാറുണ്ട്. പകൽ കുറേ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ചത്ത് കിടക്കും, ബാക്കി കുറേ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ പറ്റിയിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ. കുറേ പരിപാടിയൊക്കെ നോക്കി, എന്നാലും രാത്രിയാകുമ്പോൾ കരിവണ്ട് ഉണ്ടാവാറുണ്ട്. ഇവിടെ ചുറ്റും റബ്ബറാണ്, അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ട്, കരിവണ്ടിന് പറഞ്ഞു വയ്ക്കാൻ നിങ്ങൾ എന്തെങ്കിലും മാർഗ്ഗം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഇനി അടുത്തത് ഒരു സൈഡ് ടേബിളേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു സൈഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന്. ഇത് ഗ്രൈൻഡറാണ് കേട്ടോ. ഇക്കടെ അനിയത്തി എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം എന്നൊന്നും എടുക്കുന്ന ഒരു സംഭവമല്ലല്ലോ, ഞാൻ വല്ലപ്പോഴൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പം അത് വെച്ചിട്ട് നമുക്കങ്ങ് സൈഡ് ടേബിൾ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇതുണ്ടല്ലോ, സാറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് ലാവൻഡർ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞ് കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സൈഡ് ടേബിൾ ആക്കി വെക്കാം. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് നീറ്റാക്കി കൊടുക്കണം. ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കട്ടിൽ ചെറിയ സൈസാണ്, പഴയ കട്ടിലില്ലേ, അപ്പുറത്തെ റൂമിൽ വീട്ടിലുണ്ടായിരുന്ന കട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തോന്നുന്നത്. കുറച്ചും കൂടി വലിയ കട്ടിലല്ലേ ഇപ്പോൾ വരുന്നതൊക്കെ. അപ്പോൾ മൊത്തത്തിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി അടുക്കി പറക്കി ഒതുക്കി വെച്ചപ്പോൾ എന്തോ ഒരു സമാധാനം. പക്ഷേ ഇത് എത്ര നേരം ഇരിക്കുമെന്ന് മാത്രം എനിക്കറിയില്ല കേട്ടോ.